പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ്, പവിത്ര ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചക്കരക്കൽ, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രാഹുൽ ഗാന്ധി. എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രിക്ക് ഒന്നും സംഭവിക്കാത്തതെന്നും അദ്ദേഹത്തെ ED എന്താണ് ചോദ്യം ചെയ്യാത്തതെന്നും രാഹുൽ ഗാന്ധി കണ്ണൂരിൽ ചോദിച്ചു. കണ്ണൂർ, കാസർഗോഡ്, വടകര മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന UDF മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി 24 മണിക്കൂറും എന്നെ ആക്രമിക്കുകയാണ്. ഈ നിലപാട് ആശ്ചര്യകരമാണ്. BJPക്കെതിരെ ആശയ പോരാട്ടം നടത്തുന്നുവെന്ന് പിണറായി പറയുന്നു. എന്നാൽ അദ്ദേഹത്തിനെതിരെ BJP ഒന്നും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. Now, why is none of this happening to the Chief Minister of Kerala? എൻ്റെ ഒരു സംശയം, ഇത്രയും കാര്യങ്ങൾ BJP എതിർക്കുമ്പോൾ എനിക്ക് സംഭവിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു സംശയം, എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഇതൊന്നും ഇവിടെ സംഭവിക്കാത്തത്? Why is his membership not being taken away? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അംഗത്വം, നിയമസഭാ അംഗത്വം എടുത്തുകൊണ്ട് പോകാത്തത്? Why is his house not being taken away? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ആരും കൊണ്ടുപോകാത്തത്? Why is he not being interrogated by the ED, CBI and all these? എന്തുകൊണ്ടാണ് ED, CBI ഒന്നും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത്? 2 chief ministers are in jail. ഈ രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. How come none of this is happening to the Chief Minister of Kerala? പക്ഷേ എന്തുകൊണ്ടാണ് ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രം സംഭവിക്കാത്തത്? And the second question, I am 24/7 attacking the BJP. രണ്ടാമത്തെ ചോദ്യം, 24 മണിക്കൂർ 24/7, അതായത് രാവും പകലും ഞാൻ BJP ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. And the Chief Minister of Kerala is 24/7 attacking me. അതപ്പോഴെന്താ സംഭവിക്കുന്നത്? ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി 24/7 രാവും പകലും എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. So this is a bit puzzling. It's a bit surprising. ഇതൊരു ഭയങ്കര, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പദപ്രശ്നം പോലെയാണ്, ഒരു പസിലാണ്. He says he is fighting ideological battle against the BJP. അദ്ദേഹം പറയാണ് ഞാൻ BJPക്കെതിരെ ഒരു ആശയപരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. But I know the BJP, because when you fight ideological battle against the BJP, they attack you with everything they have. എനിക്കറിയാം, BJPക്കെതിരെ ആശയപരമായ ഒരു പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾക്കെതിരെ അവർ സാധ്യമായത് എന്തും എല്ലാ രീതിയിലും നിങ്ങളെ ആക്രമിക്കും. But there is no attack on the Chief Minister of Kerala. അതിങ്ങനെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നില്ല. It is not that there are no issues, there are corruption issues. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത്, ഇവിടെ അഴിമതിയുടെ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ. So this is something the people of Kerala should think about. ഇത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഹരിപ്രസൂൺ ജ്വല്ലറി, ബസ് സ്റ്റാൻഡ്, കൂത്തുപറമ്പ്.